എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും എന്റർടൈൻമെന്റ് കിഴിയുടെ വക ഹാപ്പി ന്യൂ ഇയർ, ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ. യെസ്. അപ്പോൾ നമുക്കിന്ന് രണ്ട് സംഭവങ്ങൾ റിയാക്ഷൻ ചെയ്യാനുണ്ട്. ഓക്കെ. ഒന്ന് മലൈക്കോട്ടെ വാലിബൻ, ഇതിന്റെ ഒഫീഷ്യൽ ടീസർ, അതായത് സെക്കൻഡ് ടീസറാണ്. സംഭവം ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ഇവര്, എന്തൊക്കെയോ സംഭവിച്ചു. നമ്മൾ ആൾറെഡി ഇത് കണ്ടിട്ടുണ്ട്. ആദ്യത്തെ കാഴ്ചയല്ല ഇതിലുള്ളത്. ഓക്കെ. പിന്നെ ബാരോസിന്റെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്, ന്യൂ ഇയർ പോസ്റ്റർ. അപ്പോൾ എന്തായാലും നമുക്ക് മലൈക്കോട്ടെ വാലിബന്റെ ടീസർ കാണാം. റെഡി. സംഭവം അത് മനോരമ ഓൺലൈനിലാണ് വന്നിരിക്കുന്നത്. മനോരമ മാക്സിലാണ് സംഭവം വന്നിട്ടുള്ളത്. സാധാരണ സരിഗമയിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതെ. എന്താണെങ്കിലും ഇത് 12 മണിക്ക് അവര് ടൈമൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചു. അതിന് മുന്നേ തന്നെ സംഭവമൊക്കെ ലീക്ക് ആയിട്ടുണ്ട്, പുറത്ത് വന്നായിരുന്നു വീഡിയോ. അതെന്തോ സംഭവം, അതായത് പ്രീമിയർ സെറ്റാക്കി, അതിനുശേഷം വീണ്ടും കളഞ്ഞു, പിന്നെ പ്രീമിയർ സെറ്റാക്കി. ഒരു 2-3 പ്രാവശ്യം ഇത് തന്നെയായിരുന്നു പരിപാടി. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും മൊത്തം ലീക്കായിട്ട് വീഡിയോ വന്നു. അതെ. എന്തായാലും നമുക്ക് കാണാം. മനോരമ ഓൺലൈനിലാണ് വന്നിരിക്കുന്നത്. 30 സെക്കൻഡ് ഉള്ളൂ. അകത്തെ ദേവി, അപ്പുറത്ത് വാലിബൻ, മലൈക്കോട്ടെ വാലിബൻ. പിടിച്ചടാ. അകത്താര വാലിബൻ, മലൈക്കോട്ടെ വാലിബൻ. എന്തായാലും പ്രായം എത്രയെന്നുള്ളത് നോക്കാണ്ടോ. പണിയെടുത്തതിനുള്ള മുതലാണ്, പണിയെടുത്തതിന്റെ റിസൾട്ട് ഉണ്ട് തീർച്ചയായിട്ടും. പിന്നെ ഇതിനകത്ത് നമുക്ക് വലിയ കാര്യമായിട്ട് പറയാൻ മാത്രം ഒന്നുമില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പോന്നോട്ടെ. അതായത് അപ്പുറത്ത് ഏതോ ഒരു തുണിക്കപ്പുറത്ത് നിൽക്കുന്ന ദേവി, അതാരാ? അതൊരു ചോദ്യമല്ലേ? അതാണ് മറ്റേ നായിക, ഡാൻസുകാരിയില്ലേ? ആർക്കറിയാം, എനിക്കറിയാം. അത് തന്നെ, അല്ലാണ്ട് ഉറപ്പിച്ച്. ഓക്കെ, അതൊന്ന് അതെനിക്ക് പറയാനുള്ളതാണ്. അടുത്ത ചോദ്യം. പിന്നെ ചോദിക്കുന്ന രീതിയില്, അതായത് ഒരു നാടകീയ രീതി ഉണ്ടോ? അതുണ്ട്, ഒരു സ്റ്റൈല്. അതെന്താ സംഭവം മനസ്സിലായോ? അതായത് കർട്ടനൊക്കെ ഇട്ട് ഡ്രസ്സ് മാറുന്നു. അപ്പോൾ ഒരു നാടകീയ രീതിയിലേക്ക് ആ ഒരു സീനിനെ മാറ്റുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മനസ്സിലായോ? മുഴുനീളം അങ്ങനെ ആയിരിക്കൂല ഒരിക്കലും. അത് ഇത് കണ്ടിട്ട് പല ആൾക്കാരും മെസ്സേജ് അയച്ചായിരുന്നു കേട്ടോ. ഇത് പ്രതീക്ഷ പോയി ഇത് കണ്ടപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഞാൻ ആലോചിച്ചു, ഞാൻ പെട്ടെന്ന് പ്രതീക്ഷ കുറഞ്ഞു ഇത് കണ്ടപ്പോ. അങ്ങനത്തെ ഒരു സാധനം അല്ലല്ലോ. അത് കണ്ടു കഴിഞ്ഞാൽ പ്രതീക്ഷ കുറയാൻ, ഇതിന് പ്രതീക്ഷ കൂടാനും ഇല്ല കുറയാനും ഇല്ല. അതെ, ഒരേപോലെ. ഇപ്പോഴും നമ്മളെന്താണോ അതേപോലത്തെ ഒരു സിമ്പിൾ സാധനം പുറത്തു വിട്ടു, അത്രേ ഉള്ളൂ. സംഭവം എന്താ, മലൈക്കോട്ടെ വാലിബൻ ആളാണെന്നുള്ള വ്യക്തമായോ? ഇതിപ്പോ ഇതുവരെ നമുക്ക് അറിയില്ലല്ലോ മലൈക്കോട്ടെ വാലിബൻ ആരാന്നുള്ളത്. പേര് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷെ ലാലേട്ടന്റെ ക്യാരക്ടർ തന്നെയാണ് വാലിബൻ എന്നുള്ളത് ഇതിലാണ് നമ്മൾ കേട്ടത്. കാരണം നമ്മൾ ഊഹിച്ചിട്ടുണ്ടായിരുന്നു മലൈക്കോട്ടെ വാലിബനായിട്ട് ലാലേട്ടൻ വരുന്നു, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവരത് ഒഫീഷ്യലി തന്നില്ലേ? തീർച്ചയായിട്ടും. എന്നിട്ട് 30 സെക്കൻഡിനുള്ളിൽ എന്തൊക്കെ നമുക്ക് പറയാനല്ല. ഞാൻ ഏറ്റവും കൂടുതൽ പറയണമെന്ന് വിചാരിച്ച ആ കയ്യെ കുറിച്ച് മാത്രമായിരുന്നു. അതെല്ലാവർക്കും തോന്നുന്ന കാര്യങ്ങളാണ്. സെയിം. എന്തായാലും അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ പ്രായത്തില് ഫിസിക് സെറ്റാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളിതിന് മുൻപ് എന്തായിരുന്നു കൂടി ഓർക്കണം കേട്ടോ. ചില്ലറ കാര്യമല്ല. നമ്മള് വർക്കൗട്ടിന്റെ പല വീഡിയോസും കാണുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്, അമ്പോ ഈ പ്രായത്തിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ കാണുമ്പോ കൊള്ളാം എന്ന് തോന്നിപ്പോ. അല്ല, ഈ നാടകീയത എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത് എന്താ മനസ്സിലായോ? അപ്പോൾ കർട്ടണൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മള് നിഴലാട്ടം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, നിഴൽ കൊണ്ട് പല സംഭവങ്ങളും ചെയ്തത്, പിന്നെ പാവക്കൂത്ത് ഒക്കെ ഉണ്ടല്ലേ, ആ ഒരു രീതിയിലേക്ക് ഈ ഒരു സീന് മാറിയപ്പോ അവര് തമ്മില് അങ്ങനെ ഒരു സീനാക്കി മാറ്റുന്നതാണത് എനിക്ക് തോന്നിയതാട്ടോ. എന്തായാലും സിനിമയിൽ മുഴുനീളം ഈ രീതിയിലായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്തായാലും ആയിരിക്കില്ല. അതിനിപ്പോ നാടകീയമായിട്ടല്ലെങ്കിലോ ഇനി അവര് വല്ല നാടകീയ നർത്തകിയോ അങ്ങനെ ചോദിച്ചതാവാം ഈ ഒരു ശൈലിയിൽ. അങ്ങനെയാവാം, അല്ലെങ്കിൽ ആ കഥാപാത്രം അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കും. എന്തായാലും പക്ഷെ ലാലേട്ടൻ പറയുന്ന ഡയലോഗില് നാടകീയതല്ല. ഇല്ല. ഇനി നമുക്ക് ബാരോസിലേക്ക് പോവാം.
എന്താണെങ്കിലും LJPക്ക് പണ്ടും നമ്മൾ പറയാറുള്ളതാണ്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത് ഒരു ശീലമുള്ളതാണ്. ചെറുതാണ് തരുന്നത്. ഇനി വരാൻ ചാൻസ് ഉണ്ട് ഒരു 30 മിനിറ്റിന്റെ ടീസറൊക്കെ. 30 മിനിറ്റിന്റെയോ അല്ല 30 സെക്കൻഡിന്റെ 30 മിനിറ്റിന്റെ ടീസർ ഉണ്ടാവുമോ? ഇല്ലടാ, അതാ ഞാൻ മാറ്റി പറഞ്ഞു 30 സെക്കൻഡ്. സമാധാനമായില്ല. ന്യൂ ഇയർ ആയിട്ട് നല്ല സന്തോഷം നൽകുന്ന ഇമാതിരി കാര്യങ്ങളൊന്നും പറയാനില്ല. 30 മിനിറ്റിന്റെ ടീസർ സിനിമ കണ്ടാ പോലെ. സിനിമ പിന്നെ ഒരു 30 മിനിറ്റ് ഉണ്ടാവുള്ളൂ. അതാ പറഞ്ഞേ, ആകെ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.25 മണിക്കൂർ. 1:50. ഓക്കെ, ഏകദേശം 1.25 മണിക്കൂർ. എന്തായാലും നമുക്ക് ബാരോസിന്റെ ന്യൂ ഇയർ സ്പെഷ്യൽ പോസ്റ്റർ കാണാം. യെസ്, കുതിരപ്പുറത്ത് നമ്മുടെ ഭൂതം. കുതിരയല്ല, കുതിരയുടെ സ്ട്രക്ചറിന്റെ പുറത്ത്. സ്ട്രക്ചർ അല്ലത്, പിന്നെ സ്ട്രക്ചർ ആണെന്നും പറയാം. അതായത് നമ്മൾ ഈ കുതിരയുടെ പുറത്ത് അണിയിക്കുന്ന ഈ പടച്ചട്ട അങ്ങനെയുള്ള എല്ലാ സംഭവം ഉണ്ടല്ലോ, അത് മൊത്തത്തിലുണ്ട്. പക്ഷെ കുതിരയല്ല. ഇതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഈ സംഭവം. കൊള്ളാട്ടോ, നൈസാണ്. കാരണം ഇതൊരു നല്ലൊരു കൺസെപ്റ്റ് അല്ലേ. ആൾക്ക് മാത്രമേ അത് കുതിര, പക്ഷേ ആൾക്ക് മാത്രമായിരിക്കും അത് കുതിര, കുതിരയായിട്ട് ഉണ്ടാവും തോന്നൂല. അതല്ല, അതായത് ആള് ഭൂതാണല്ലോ, ആൾക്ക് പ്രത്യേക കഴിവുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് ഇതൊക്കെ, നമ്മളിപ്പോൾ ഒരു ഹൊറർ മൂവി ചെയ്യുന്നു, ഏത് രീതിയിലാണ് ഹൊറർ പ്രത്യേക രീതിയിൽ സ്പെഷ്യലായിട്ട് ന്യൂ ആയിട്ട് എങ്ങനെ അവതരിപ്പിക്കാമെന്ന് നമ്മൾ നോക്കും. അതുപോലെ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഭൂതം എങ്ങനെയാണെന്നുള്ളത്, കുറച്ച് ടെംപ്ലേറ്റുകൾ ഉണ്ടാവും, കുറച്ച് കാര്യങ്ങൾ. അതിൽ നിന്ന് മാറി വേറെ രീതിയിൽ എങ്ങനെ എന്നുള്ളതിൽ നിന്നുള്ള ചോദ്യത്തിൽ നിന്നുള്ള ഉത്തരമാണിത്. ഇത് സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് നമ്മുടെ എന്താ പറയാ, കുതിരേന്റെ രൂപം, കുതിരേന്റെ രൂപം മാത്രമേ ഉള്ളൂ, കുതിരേനെ കാണാനില്ല. ആളിത് എന്താ റൈഡ് ചെയ്ത് വരുമ്പോ മറ്റുള്ളവരൊക്കെ ഞെട്ടും. അതായിരിക്കും ഇതിനകത്ത് ഏറ്റവും അടിപൊളിയായിട്ട്. അതെ, ഉണ്ടാവുമായിരിക്കും. ഉണ്ടാവും. കാരണം എന്താ അറിയോ, അത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. സംഭവം അതിന്റെ പടച്ചട്ടകളും കാര്യങ്ങളും ഒക്കെ അങ്ങനെ സാധാരണ എവിടെയെങ്കിലും ഡിസ്പ്ലേ വെച്ചതോ അങ്ങനെ എന്തെങ്കിലും ആവാം. അതിൽ നിന്ന് തന്നെ കയറിയിട്ട് ഇത് റൈഡ് ചെയ്യും. മനസ്സിലായോ? അതേ തന്നെ. കുതിരനെ വേണം നിർബന്ധമൊന്നുമില്ല, ആള് ഭൂതല്ലേ. സംഭവം എന്റെ കഴുത്തിന്റെ ഇവിടെ എന്തോ ഒരു ഭൂതം കയറിയ പോലെ. ഏയ് ആഘോഷിച്ചില്ല. ഞാൻ കിടന്ന് ഉറങ്ങിയടാ, 12 മണിയായത് ഞാൻ അറിഞ്ഞില്ല, അതിന് മുൻപേ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ന്യൂ ഇയർ വിഷ് രാവിലെ ചെന്നത് കണ്ടായിരുന്നില്ലേ? ഞാൻ കണ്ടായിരുന്നു. അല്ല, ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ വിചാരിച്ചു കമ്പനി ആയിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ഉണ്ടാവുമായിരിക്കും. നടന്നില്ല. നീ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ നിന്റെ ഇവിടുത്തെ കൂട്ടുകാർ ഒരുത്തനുണ്ടായിരുന്നു. ഞങ്ങള് ഒന്ന് വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങി ഫുഡ് കഴിച്ചു വന്നു. അത് കുറച്ച് നേരത്തെ ഫുഡ് കഴിച്ചു. നിനക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് അതെന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞു? എന്താണ്? ഓക്കെ, എന്തായാലും നല്ല പോസ്റ്ററാണ്. വീഡിയോ ഓക്കെ, ഈ രാവിലെ തന്നെ ആണോ? എവിടുന്നാണെങ്കിലും കിട്ടണമെന്ന്. എന്താണെങ്കിലും അതൊരു തെണ്ടിത്തരായിട്ട് ന്യൂ ഇയർ ആയിട്ട് രാവിലെ തന്നെ. ഓക്കെ, എന്തായാലും എങ്ങനെയുണ്ട് പോസ്റ്റർ? സംഭവം പൊളി. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ 2 അപ്ഡേറ്റ്സുകളാണ് ലാലേട്ടൻ്റെ സിനിമകളുടേതായിട്ട് വന്നിട്ടുള്ളത്. മലൈക്കോട്ടെ വാലിബൻ. ഇനിയും എന്തെങ്കിലും വരുമോന്ന് അറിഞ്ഞൂടാ കേട്ടോ. എന്തായാലും നോക്കാം, ചിലപ്പോൾ എന്തെങ്കിലും വന്നേക്കാം. ഇനി എന്താ പറയാൻ പറ്റില്ല, ചിലപ്പോൾ മലൈക്കോട്ടെ ഒരു പോസ്റ്ററും കൂടി വരും. അത് പറയാൻ പറ്റില്ല കേട്ടോ. ന്യൂ ഇയർ വിഷ് ചെയ്തിട്ട്. എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.